ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. പക അത് വീട്ടാനും തീർക്കാനും ഉള്ളതാണ്. അത് തീർത്തിട്ടേ ഉപേന്ദ്രൻ നാട് വിട്ടു പോകൂ. എങ്കിൽ നീ പോവും. കേരളം വിട്ടല്ല, ഈ ഭൂമി വിട്ട് അങ്ങ് പരലോകത്തേക്ക്. ആഹാ, വിഷ്ണുമോന് പതിവില്ല എന്താ ഈ വഴിക്ക്? ചിറ്റപ്പൻ എന്തോ കാര്യമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ജീപ്പിൽ വെച്ചിരിക്കുകയാണോ? ഞങ്ങൾക്കായിട്ട് തന്നത് മുഴുവൻ ചിറ്റപ്പനല്ലേ. ചിറ്റപ്പനൊന്ന് അറിഞ്ഞു തന്നതിന്റെ അന്താളിപ്പിൽ നിൽക്കാൻ ഞങ്ങളുടെ കുടുംബം. അറിഞ്ഞു തന്നെങ്കിൽ അത് അറിയേണ്ട ആൾക്കാരെ അറിയേണ്ടതുപോലൊക്കെ അറിയിച്ചിട്ടുണ്ട്. എന്നെ കാണാൻ അച്ഛൻ പറഞ്ഞു വിട്ടതാണോ അതോ അമ്മ പറഞ്ഞു വിട്ടതാണോ? പറഞ്ഞു വിട്ടതിലല്ലോ കാര്യം, പറയാൻ വന്നതിലല്ലേ. അത് പറയേണ്ട രീതിയിൽ പറഞ്ഞിട്ടേ പോവൂ. അപ്പൊ മകൻ മുടയും കൊണ്ടാണ് വന്നിരിക്കുന്നതല്ലേ? എടാ മാറ്റി ജോർജ്, ഇത് എന്റെ ചേട്ടന്റെ മോനാ. ഒരു കാലത്ത് കുറച്ച് ചട്ടമ്പിത്തരമൊക്കെ ഉണ്ടായിരുന്നു കയ്യില്. ഈ പലിശയ്ക്ക് പൈസ കൊടുത്തിട്ടേ പാവപ്പെട്ടവന്റെ കൊങ്ങാക്കി പിടിച്ച് തിരിച്ചു വാങ്ങിക്കുന്ന പണിയേ, അതായിരുന്നു ലൈൻ. നിനക്കൊക്കെ വല്ലതും മനസ്സിലായോ? ഇത്തരം ചില്ലറ പരിപാടികളൊന്നും യുവന്മാർക്ക് മനസ്സിലാകത്തില്ല. എന്റെ വിഷ്ണു, അതിപ്പോ യുവമാരെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ലക്ഷങ്ങൾ കോടികളാക്കുന്ന കള്ള കറൻസിയുടെ കച്ചവടവും ഈട്ടിയും തേക്കും ചന്ദനവും പിന്നെ മാഞ്ചിയും അതിനുള്ളിൽ കൂടിയ ഇനം കഞ്ചാവ് കടത്തുന്ന കാര്യങ്ങളൊക്കെ യുവന്മാർക്ക് അറിയൂ. പിന്നെ ഒരു ഗുണം എന്താന്ന് വെച്ചാ, എപ്പോ തപ്പിയാലും യുവമാർ അരയിൽ ഒരു ടൂൾസ് കാണും. അതിപ്പോ കൈപ്പത്തിക്കുള്ളിൽ ഒതുങ്ങിയിരിക്കുന്ന കുട്ടി റിവോൾവർ മുതൽ കുലം മുടിക്കുന്ന AK-47 വരെ കാണും. പക്ഷെ പുറത്തെടുക്കില്ല. അതിന് പറ്റിയ തണ്ടും തരവുള്ളവരെ മുട്ടാൻ കിട്ടണ്ടേ കേരളത്തില്? അതുകൊണ്ട് തന്നെ ഇവിടെ നിൽക്കാവന്മാർക്ക് മടുപ്പാ. ശരീരം അനങ്ങാത്തോണ്ട് വെറുതെ ഇരുന്ന് പിത്തം പിടിക്കുമെന്നാണ് അവന്മാര് പറയുന്നത്. എന്തായാലും കാണാൻ കഴിഞ്ഞാല് വലിയ സന്തോഷം. പിന്നെ എനിക്കെന്തെങ്കിലും ആവശ്യം വരുമ്പോ നിങ്ങൾ എനിക്ക് ധൈര്യമായിട്ട് വിളിക്കാമല്ലോ. പിന്നെ ഉള്ളത് പറയാലോ, എന്റെ കയ്യിൽ എവിടെ പോയാലും ഒരു മുട്ടുസൂചി പോലും ടൂളായിട്ടുണ്ടാവില്ല. കാരണം ടൂളിന്റെ ബലത്തിലല്ല വിഷ്ണു നടക്കുന്നേ, തണ്ടലിന്റെ ബലത്തിലാ. അതിന്റെ ഉറപ്പും ഗുണം ശരിക്കറിയാവുന്നതുകൊണ്ട് കൈ മുതലായി കിട്ടിയ നല്ല നാടൻ തല്ല് കൈവശമുണ്ട്. മുന്നിൽ വന്ന് നിൽക്കുന്നവൻ അവന്റെ കൈ ടൂളിനായിട്ട് തപ്പുന്ന നിമിഷം അവന്റെ മർമ്മം നോക്കി കുത്താനുള്ള വിദ്യയെ അറിയാം. ഇതൊക്കെയാണ് എന്റെ അഭ്യാസ പട്ടികയിലെ വിവരങ്ങള്. ഞാൻ പ്രതീക്ഷിച്ച നിന്നെ അല്ല, നിന്റെ അമ്മയാണ്. സഹായം ചോദിച്ചു വരാൻ എന്റെ ഏട്ടന് മടി കാണും. പക്ഷേ നിന്റെ അമ്മയ്ക്ക് എന്റെ മുന്നിലേക്ക് വരാൻ മടിക്കേണ്ട കാര്യമില്ലല്ലോ. എന്നോട് ചതി കാണിച്ചതും ഈ നാട്ടിൽ നിന്ന് ഓടിക്കാനും കാരണക്കാരനായ നിന്റെ അച്ഛനല്ലേ? ആ പക ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെയാടാ ഞാനിവിടെ വന്നതും നിന്റെ ദത്തനിയനെ നിങ്ങളെ തകർക്കാനായി മുന്നിൽ വെച്ച് കളിച്ചതും. പക അത് വീട്ടാനും തീർക്കാനും ഉള്ളതാണ്. അത് തീർത്തിട്ടേ ഉപേന്ദ്രൻ നാട് വിട്ടു പോകൂ. എങ്കിൽ നീ പോവും. കേരളം വിട്ടല്ല, ഈ ഭൂമി വിട്ട് അങ്ങ് പരലോകത്തേക്ക്. അതിനുള്ള കൊട്ടേഷനും കൊണ്ടാടാ ഞാൻ വന്നിരിക്കുന്നത്. അടിച്ചൊതുക്കടായി നായിട്ട് പോനെ. പിന്നെ ഈ അടിക്കാനാണെങ്കിലും അടി കൊള്ളാനാണെങ്കിലും എനിക്ക് ഈ ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് പരസ്പരം ഒന്ന് പരിചയപ്പെടാം. അല്ല, എന്റെ അടി കൊള്ളാനുള്ള യോഗ്യത നിങ്ങൾക്ക് ഉണ്ടോന്ന് എനിക്ക് അറിയണല്ലോ. ഞാനും എന്നെ പരിചയപ്പെടുത്താന്ന്. അപ്പൊ നമുക്കതൊരു ഗുണാവുമല്ലോ. ഞാൻ മാർട്ടിൻ. ഓ, ഞാൻ ജോർജ്, കുറുക്കൻ ജോർജ് എന്ന് പറയും. ഓഹോ, വട്ടപ്പേരാ. ഓ നമസ്കാരം. ഞാൻ വക്കോ, ഒരു വകതിരിവില്ലാത്തവനാ. അത് കണ്ടപ്പോ തോന്നി. അപ്പോ ഞാൻ വിഷ്ണു. ഈ ത്രിമൂർത്തികളിലെ വിഷ്ണു ഭഗവാന്റെ ജോലി പരിപാലന. പക്ഷെ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് പരമശിവന്റെ സംഹാരം.
ടൂളൊന്നും കണ്ടില്ലല്ലോ. അത് അവന്മാർക്ക് എടുക്കാൻ സമയം കിട്ടിയില്ലേ? എന്താ നിന്റെ ഉദ്ദേശം? കൊല്ലാൻ തന്നെ വന്നാടോ. അതിന് മാത്രം ചെയ്ത്താണല്ലോ താൻ ഞങ്ങളോടൊക്കെ ചെയ്ത് കൂട്ടിയത്. പക്ഷേ എന്റെ അച്ഛന്റെ അതേ രക്തമായതുകൊണ്ട് മാത്രം തൽക്കാലത്തേക്ക് ഞാൻ വിടുക. മനസ്സിലായില്ലേ? തന്റെ ജീവനിപ്പോ എന്റെ അച്ഛന്റെ ഭിക്ഷയാണെന്ന്. എന്നാലും തന്നെ രണ്ട് പൊട്ടിക്കാതെ മനസ്സ് വരുന്നില്ല.